ഹായ് ഡിയേഴ്സ്, ഇത് നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡിൻ്റെ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡാണ്. 2 ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനതാ ഈ ഒരു ടൈപ്പ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. 4mm ബീഡ്സാണ്. ഈ ഒരു 2 ലെയർ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഒരു 1.5 ലെയർ ബീഡ്സാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ. പെട്ടെന്ന് കളർ ഇളകി പോകുന്ന ടൈപ്പ് ബീഡ്സ് അല്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഹെയർ ബാൻഡിന് ബോ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പിലുള്ള 2 ബീഡ്സ് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 7-8 കളറോളം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക്. ഇനി ആവശ്യമുള്ള ഐറ്റംസ് എൻ്റെ ടേപ്പും അതുപോലെ തന്നെ B7000ൻ്റെ ഗ്ലൂ ആണ്. ഇത് ഒരു ഹെയർ ബാൻഡിലും ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ഹെയർ ബാൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുവഴി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ബോ സെറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റിയത് ആദ്യം തന്നെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണമായിരുന്നു 2 സൈഡിലും ഈ ഒരു ഹാർട്ട് ഷേപ്പുകൾ ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ അത് ലാസ്റ്റാണ് വൈറ്റ് ബീഡ് വെച്ച് കൊടുത്തത്. അതിനേക്കാളും കുറച്ചും കൂടി സ്റ്റിക്കായി നിൽക്കുക നടുക്കലായിട്ട് വൈറ്റ് ബീഡ് ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ വയർ ഹെയർ ബാൻഡിൽ എപ്പോഴും ചെയ്യുമ്പോൾ ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ബീഡ്സ് ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുട്ടികളെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇടാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം ബീഡ്സുകൾ. ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കണമായിരുന്നു എന്നുള്ളത്. ഞാൻ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയർ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബീഡ്സ്. അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെയറിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ, ഒറ്റ സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ ഒരു ബീഡ്സ് നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലും ഇതുപോലെ ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സാറ്റൻ റിബൺസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡുകളും ഇതുപോലെ ഒരുക്കി കൊടുക്കാം. 2 അറ്റവും ഒരുപോലെ പിടിച്ച് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലപോലെ സാറ്റൻ റിബൺ ചുറ്റി കൊടുക്കാം. അതിന് മുകളിലാണ് നമ്മൾ എൻഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. രണ്ടും കൂടെ ചെയ്താൽ മാത്രമേ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. സാറ്റൻ റിബൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻഡ് ടാപ്പ് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. മുത്തുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ട് നിൽക്കുക. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് സെൻട്രലായിട്ട് വൈറ്റ് ബീഡ്സ് ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം തന്നെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നിൽക്കും. ഇത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അതാണ് ഒന്നും കൂടി സേഫ്റ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.